കഴിക്കാൻ ഇത്തിരി മൽപ്പിടുത്തമൊക്കെ നടത്തേണ്ടി വരുമെങ്കിലും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡാണ് ഞണ്ട് റോസ്റ്റ്. ക്ലീൻ ചെയ്യാനുള്ള സാഹസത്തിന് മുതിരാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഓൾറെഡി ക്ലീൻ ചെയ്തെടുത്ത ഞണ്ട് തന്നെ വാങ്ങിച്ച്. ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും നമ്മുടെ സ്വന്തം ഷാൻജിയോ ചേട്ടനെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ ഞണ്ട് റോസ്റ്റ് തന്നെ ആവാമെന്ന് വെച്ച്. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കുക, 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, പിന്നെ ആവശ്യത്തിലധികം കറിവേപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സവാള ആൻഡ് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് വീണ്ടും സോട്ട് ചെയ്യുക. ഉള്ളി നന്നായി വാടി വരുന്ന സമയത്ത് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആൻഡ് 1/2 ടീസ്പൂൺ ഗരം മസാല. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഒരു വലിയ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നന്നായി വന്നതിന് ശേഷം നമ്മുടെ ക്രാബ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായി പിടിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് വലിയ ലെഗും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കാലുകളിൽ അധികം ക്രാബ് മീറ്റ് ഉണ്ടാവില്ല, പക്ഷേ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിന് വേണ്ടി ഞാൻ അതിൻ്റെ ചെറിയ കാലുകൾ അവിടെ തന്നെ നിലനിർത്തി. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് 6 മിനിറ്റ് അടച്ച് വേവിക്കാൻ വയ്ക്കാം. വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് സൂപ്പറാണ് കേട്ടോ ക്രാബ് മീറ്റ്. 100 ഗ്രാംസ് ക്രാബിൽ 20 ഗ്രാംസോളം പ്രോട്ടീൻ ഉണ്ട്. ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് വീണ്ടും 10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക. ഫൈനലി കുറച്ച് കുരുമുളക് പൊടി കൂടി വിതറി കൊടുക്കുക. വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് ടേൺഡ് ഔട്ട് സോ വെൽ. മസാലയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയ ഡിഷ് ഏതാ?